ചൈനീസ് യുദ്ധക്കപ്പൽ മെഡിറ്ററേനിയൻ തീരത്തേക്കും ചെങ്കടൽ തീരത്തേക്കും വന്നുകൊണ്ടിരിക്കുന്ന വിവരം അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധത്തിന് പരോക്ഷമായി ഇറാന് പിന്തുണ നൽകുന്ന രീതിയിലാണ് അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ചൈന തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള യുദ്ധ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും ചൈനയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് വിഷയം ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പറയുന്നുണ്ട്. അതിലൊന്ന് തായ്വാൻ്റെ വിഷയത്തിൽ അനാവശ്യമായിരിക്കുന്ന അമേരിക്കയുടെ ഇടപെടലും ചൈനക്കെതിരെ തായ്വാനെ സൈനികമായും സാമ്പത്തികമായും സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. തായ്വാൻ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഭാഗമാണ്. അതിൽ അമേരിക്കക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഇടപെടേണ്ട ആവശ്യമില്ല. അത് തങ്ങളുടെ ഭാഗമാക്കി എല്ലാ കാലത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ സംവിധാനം ചെയ്യുന്നതും അവർക്ക് തങ്ങൾ സഹായം നൽകുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വളരെ സജീവമായ രീതിയിൽ അമേരിക്ക തായ്വാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈനക്കെതിരെ നീക്കുപോക്കുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വന്നത്. ഇപ്പോൾ ചൈന പറയുന്ന കാര്യം, തങ്ങൾ തീർച്ചയായിട്ടും തായ്വാനെ ചൈനയോടൊപ്പം കൂട്ടിച്ചേർക്കും. അതിനെതിരെ ഏതൊരു ബദൽ സംവിധാനം ഉണ്ടാവുകയാണെങ്കിലും അതിനെ തങ്ങൾ ശക്തമായി എതിർക്കുകയും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുകയും ചെയ്യും എന്ന തരത്തിലാണ്. അപ്പോൾ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹസങ്ങളും വിഷയങ്ങളെല്ലാം ചെങ്കടൽ തീരത്തും മെഡിറ്ററേനിയൻ തീരത്തും ഒക്കെ വലിയ യുദ്ധസന്നാഹ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനോടനുബന്ധിച്ച് ചൈനയുടെ കപ്പലുകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നും എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ആദ്യഘട്ടത്തിൽ യുദ്ധാരംഭത്തോടു കൂടി തന്നെ 4 കപ്പലിനെ ചൈന 4 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അയച്ചിട്ടുണ്ട്. അതിൽ അറബിക്കടലുണ്ട്, ചെങ്കടലുണ്ട്, ഈ മെഡിറ്ററേനിയൻ കടലുണ്ട്, പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തും അവരെത്തിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ അയച്ചത് എന്ന ചോദ്യത്തിന് തങ്ങൾ സമാധാനപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി മാത്രമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷിതാ കവചം എന്ന തരത്തിൽ മാത്രമാണ്, അല്ലാതെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ചൈന അതിന് മറുപടി പറഞ്ഞത്. ഈ കപ്പലുകളൊന്നും തിരിച്ചു പോയിട്ടില്ല. അതോടനുബന്ധിച്ച് പുതിയ കപ്പലുകൾ വരുന്നു. ഇപ്പോൾ തായ്വാൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 19 യുദ്ധക്കപ്പലുകളും 50ഓളം ജെറ്റ് വിമാനങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റോന്ത് ചുറ്റുന്നു എന്ന തരത്തിലാണ്. അതിന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുറുക്കൻ്റെ തന്ത്രം പ്രയോഗിക്കുന്ന രീതിയിൽ ചൈന ഇടപെടാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു പറയുന്ന കാര്യം, പലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ സജീവത ഉള്ള സമയത്താണ് ഉക്രൈനെതിരെ റഷ്യ നീക്കുപോക്കുകൾ നടത്തിയത്. സജീവമായിരിക്കുന്ന നീക്കുപോക്കുകൾ പല ഘട്ടങ്ങളിൽ നടത്താറുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അക്രമങ്ങളും യുദ്ധങ്ങളും നടക്കുന്നതോടനുബന്ധിച്ചാണ്. അതിനിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ട്രംപ് അധികാരത്തിൽ ഏറിയതോടനുബന്ധിച്ച് ഉക്രൈനുമായിട്ടുള്ളൊരു ചർച്ച നടത്തി. ആ ഉക്രൈൻ ചർച്ചയോടനുബന്ധിച്ചുകൊണ്ട് ട്രംപ് ഉക്രൈനെ വിമർശിക്കുകയും റഷ്യയെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജിവെക്കണം, അയാൾക്ക് ആ രാജ്യം ഭരിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ പറഞ്ഞ് വലിയ രീതിയിൽ ഉടക്ക് ഉക്രൈനും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ ആ സാഹചര്യം മുതലാക്കിക്കൊണ്ട് റഷ്യയുടെ സൈന്യം യുക്രൈൻ്റെ മേഖലയ്ക്ക് ഇടിച്ചു കയറി. ഉക്രൈൻ ഈ യുദ്ധത്തോടനുബന്ധിച്ച് റഷ്യയുടെ ചില ഭാഗങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൈവശപ്പെടുത്തിയ ഭാഗങ്ങളിലേക്ക് റഷ്യയുടെ സൈന്യം ഇടിച്ചു കയറുകയും ഈ മേഖല മോചിപ്പിക്കുകയും ചെയ്തു. അതിന് പറയുന്ന കാര്യം, വാട്ടർ ടാങ്ക് പോലെയും ഗ്യാസ് ടാങ്ക് പോലെയുമുള്ള വലിയ ടാങ്കിൻ്റെ ഉള്ളിലൂടെ ഈ റഷ്യയുടെ സൈനികർ വലിയ സാഹസികപരമായ രീതിയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് 15 കിലോമീറ്റർ വൈദൂരം എന്ന് പറയുന്നുണ്ട്. അത്രയും ദൂരത്തേക്ക് ഈ പൈപ്പ് ലൈൻ്റെ ഉള്ളിലൂടെ ഈ ഉക്രൈൻ്റെ സൈന്യം കാണാത്ത തരത്തിൽ നുഴഞ്ഞു കയറി അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമത്തിൽ അന്താളിച്ചു പോയി ഉക്രൈൻ്റെ സൈന്യം. അങ്ങനെ ഈ മേഖല പൂർണ്ണമായ രീതിയിൽ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. ചെറിയൊരു മേഖലാ പ്രദേശങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം ഇപ്പോൾ നടക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ വലിയ മിടുക്ക് പലപ്പോഴും റഷ്യ കാണിക്കാറുണ്ട്. സമാനമായ രീതിയിലാണ് ചൈന ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, വല്ല കാരണവശാലോ ഇറാനും അമേരിക്കയും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. മറ്റൊരു വാർത്തയും പ്രാധാന്യത്തോടു കൂടി വരാനുള്ള സാധ്യത കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല. അങ്ങനെ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് ഇറാനും അമേരിക്കയും എത്തുകയാണെങ്കിൽ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തായ്വാൻ
തൈവാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചൈന തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവിടെ യുദ്ധക്കപ്പലുകൾ 19 യുദ്ധക്കപ്പലോ എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിർമ്മിതമായിരിക്കുന്ന യുദ്ധക്കപ്പലിൽ ഏറ്റവും പടുകൂറ്റൻ കപ്പലുകൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നു. അത് വൈമാനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിലുള്ളതും 5000 കിലോമീറ്റർ വൈദൂരത്തിലെങ്കിലും മിസൈൽ പായിക്കാൻ പാകത്തിലുള്ളതുമായിരിക്കുന്ന നിർമ്മിതിയാണ് ഈ പറയപ്പെട്ട കപ്പലിനെ ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. സമാനമായ രീതിയിൽ ജെറ്റ് വിമാനങ്ങൾ റോന്ത് ചുറ്റുകയും നിരീക്ഷണ പറക്കൽ നടക്കുന്ന പ്രത്യേകപരമായിരിക്കുന്ന ഡ്രോണുകളെ ചൈന സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതി യഥാർത്ഥത്തിൽ തൈവാൻ്റെ ഗവൺമെൻറ് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അതിന് കൃത്യമായ രീതിയിൽ പറഞ്ഞ മറുപടി എന്താണ് എന്നതിനെക്കുറിച്ച് വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അമേരിക്കയുടെ 9ഓളം യുദ്ധക്കപ്പലുകൾ ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതും വീണ്ടും യുദ്ധക്കപ്പല് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം പുറത്ത് വന്നതോടുകൂടി ഒരു പക്ഷേ ഇത് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഒരു മേഖലാ യുദ്ധമായി മാറുമെന്നുള്ളതും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പക്ഷേ അമേരിക്കക്ക് പോലും സാധിക്കാത്ത വിധം കാര്യങ്ങൾ പോകും എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം പറയുന്നത് എന്ത് നിലപാടാണ് അമേരിക്ക ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എടുക്കുന്നത് എന്നുള്ളത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് റഷ്യ പറയുന്ന കാര്യമാണ്. നിരീക്ഷണത്തോടനുബന്ധിച്ചിട്ട് അനുകൂലമല്ലാത്ത രീതിയിലും റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള ഇടപെടലുകളും നടപടികളുമാണ് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ തങ്ങൾ പങ്കാളിത്തം വഹിക്കും. എന്ന് വെച്ചാൽ ഇറാനെ സഹായിക്കുമെന്ന് സാരം. സമാന രീതിയിൽ തന്നെ വടക്കൻ കൊറിയ പറയുന്ന കാര്യം, കിം ജോങ് ഉൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രസ്താവന ഇറക്കി അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അതിൽ പറയുന്ന കാര്യം അമേരിക്കയെ ഒതുക്കുക എന്നുള്ളത് തങ്ങളുടെ ആഗ്രഹവും താല്പര്യവുമാണ്. അതിനനുകൂലമായിരിക്കുന്ന ഏത് രാജ്യങ്ങളുമായിട്ടും തങ്ങൾക്ക് സഹകരിക്കാൻ തയ്യാറാണ്. ഇവിടെ നിന്ന്, അതായത് കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് ആണവായുധ സ്ഫോടനം നടത്താൻ പാകത്തിലുള്ള മിസൈലുകൾ 15000 കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമണം നടത്തി തിരിച്ചു പോരാൻ പാകത്തിലുള്ള തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അമേരിക്കയിൽ ആണവ സ്ഫോടനം നടത്താൻ വേണ്ടി തങ്ങൾക്ക് മടിയില്ല എന്ന് പല ഘട്ടത്തിലും യഥാർത്ഥത്തിൽ കൊറിയ പറഞ്ഞിട്ടുണ്ട്. കൊറിയയുടെ ആ നിലപാടിനെ അമേരിക്കയിൽ രൂക്ഷമായിരിക്കുന്ന വിമർശന വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും ഒരു സൈനികപരമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ധൈര്യക്കുറവുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപതിയുടെ സ്വഭാവമാണ് കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ള അമേരിക്കയ്ക്ക് തന്നെ അറിയില്ല. പറഞ്ഞ രീതിയിൽ ഒരു ആണവ സ്ഫോടനം അമേരിക്കയിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കക്ക് അത് തിരിച്ചടി നൽകാനൊന്നും സാധിക്കാത്ത വിധം സർക്കാർ വലിയ പ്രതിസന്ധിയിലാവുകയും രാജിവെച്ചുകയും ചെയ്യേണ്ടി വരും. ജപ്പാനിലെ 1945 കാലത്തിൽ അമേരിക്ക സ്ഫോടനം നടത്തിയതോടനുബന്ധിച്ച് 2 പ്രദേശത്തെയാണ് അവർ സ്ഫോടനം നടത്തുന്നത്. ആ രാജ്യത്തെ സർക്കാർ അങ്ങനെ തന്നെ രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം വന്നത് ഇത് ഇനിയും ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാട് ജപ്പാനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹിരോഷിമയും നാഗസാക്കിയും തകർന്നു. അത് വലിയ പട്ടണ പ്രദേശമാണ്. സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം രാജ്യത്തിന് ഉണ്ടാക്കിക്കൊടുത്ത നഗരമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ സംബന്ധമായിരിക്കുന്ന ഈ അയൺ പോലെയുള്ള നിർമ്മിത വസ്തുക്കളും ഫാക്ടറികളും കൂടുതലുള്ള സ്ഥലമാണ് ഈ നാഗസാക്കി എന്നൊക്കെ പറയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാമ്പത്തിക തകർച്ച രാജ്യത്തിൽ ഉണ്ടാവാൻ ഉദ്ദേശിച്ചിട്ടാണ് അമേരിക്ക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സ്ഫോടനം നടത്തിയത്. പക്ഷേ ഇത് ഇനിയും നൽകാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം ജപ്പാൻ്റെ ഗവൺമെൻറ് ഉണ്ടായതോടു കൂടിയാണ് അവരാകെ പ്രയാസത്തിലായി രാജിവെച്ചു, കീഴടങ്ങി. അങ്ങനെ ജപ്പാൻ്റെ ഈ അമേരിക്കയ്ക്ക് മുൻപിൽ തോൽവി സംബന്ധിച്ച രാജ്യമായി 2ാം ലോക യുദ്ധത്തിൽ ജപ്പാൻ മാറി. ജപ്പാൻ വലിയ രീതിയിൽ സൈനിക ബലവും ശക്തിയും ഇന്നത്തെ അമേരിക്കയുടെ അതേ പ്രഭാവത്തോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടം 1940, 1935 കാലഘട്ടത്തിലൊക്കെ ഏതൊരു രാജ്യത്തിലെ വിഷയത്തിലും ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് ജപ്പാനായിരുന്നു ഇടപെടാറുള്ളത്. അത്രയ്ക്ക് ശക്തിയും ബലവും ഉണ്ടായിരുന്നു. ആ ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി 2 ആണവ സ്ഫോടനത്തിന് കൊണ്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും ബലമുള്ള രാജ്യവുമായി അമേരിക്ക ലോകം അംഗീകരിച്ചതും ഈ സ്ഫോടനം നടത്തിയത് കൊണ്ടാണ്. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, വല്ല കാരണവശാലോ ഈ കൊറിയ അമേരിക്കയിൽ ആണവ സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സർക്കാരിന് അവിടെ തുടരാൻ വേണ്ടി സാധിക്കില്ല. അത് തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകളൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിൽ രാജ്യം മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും വിറച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. കാര്യം അവർ ഇനിയും ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഏകാധിപതികൾ തീർച്ചയായിട്ടും ഏകാധിപതികളും സ്വച്ഛാധിപതികളുമാണ്. ഈ ആളുകളുടെ മരണമോ നാശമോ നഷ്ടമോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധികളോ ഭാവിയും അവരുടെ തലമുറയായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളോ ഒന്നും കണക്ക് കൂട്ടാത്ത രീതിയിൽ അപ്പപ്പോൾ വിജയവും മുന്നേറ്റവും ഉണ്ടാകുകയും ലോകം തങ്ങൾ അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണം എന്ന് ആലോചിക്കുന്ന ഏകാധിപതികളാണ്. അത് ഹിറ്റ്ലറുടെ കഥയും മുസോളിൻ്റെ കഥയും സ്റ്റാലിൻ്റെ കഥയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചൈന അമേരിക്കക്കെതിരെ പട നയിക്കുന്നു.
വളരെ രഹസ്യമായ രീതിയിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഒരു യുദ്ധത്തിൻ്റെ ആരംഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയെ എത്രത്തോളം ഇത് ബാധിക്കുമെന്നും ഏതൊക്കെ തരത്തിലാണ് അമേരിക്കക്കെതിരെ ചൈന കാഞ്ചി വലിക്കുക എന്നും യഥാർത്ഥത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലൊരു പ്രതിസന്ധി ഈ പറയപ്പെട്ട ചെങ്കടലുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.